ഇവിടെ മൊത്തത്തിൽ ഒരു കാട് പോലെ ആയിട്ടുണ്ട്. എനിക്ക് കാട് പോലെയാണ് ഇഷ്ടമെങ്കിലും പാമ്പിന്റെ ഒക്കെ ഒരു സീസൺ ആണല്ലോ, അതിനെക്കൊണ്ട് ഞാൻ ഈ വഴിക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പാമ്പിനെ പറ്റി വലിയ വർത്താനൊന്നും കേൾക്കാത്തത് കൊണ്ട് ഞാനിപ്പോ ഇറങ്ങിയതാ. പിന്നെ മഴയൊക്കെ വരാൻ പോവല്ലേ, ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ നല്ല മഴ ആയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയിട്ട് ഇത് വൃത്തിയാക്കാനൊന്നും പറ്റൂല. ഇത് മറ്റേ ഈശ്വരമുല്ലയാണ്. അങ്ങനെ കാട് പോലെ എല്ലാ ചെടീന്റെ മുകളിലും പിടിച്ചിട്ട് ബാക്കി ചെടികൾ കഴിഞ്ഞ് വേണ്ട വളം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം കുറച്ച് പടർന്നതൊക്കെ പിടിച്ച് നമുക്ക് പൊട്ടിച്ച് കളയാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിതാ ഇവിടെ മൊത്തത്തിൽ ഒരു കാട് പോലെ ആയിട്ടുണ്ട്. എനിക്ക് കാട് പോലെയാണ് ഇഷ്ടമെങ്കിലും ഇത് കുറച്ച് ഓവർ ആയിട്ടുണ്ട്. ഇപ്പം പാമ്പിന്റെ ഒക്കെ ഒരു സീസൺ ആണല്ലോ, അതിനെക്കൊണ്ട് ഞാൻ ഈ വഴിക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പാമ്പിനെ പറ്റി വലിയ വർത്താനൊന്നും കേൾക്കാത്തത് കൊണ്ട് ഞാനിപ്പോ ഇറങ്ങിയതാ. പിന്നെ മഴയൊക്കെ വരാൻ പോവല്ലേ, ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ നല്ല മഴ ആയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയിട്ട് ഇത് വൃത്തിയാക്കാനൊന്നും പറ്റൂല. അപ്പൊ ഞാൻ ഏകദേശം മഴ കുറവുള്ള സമയം, കുറച്ച് ഇതിപ്പോ വൈകുന്നേരമാണ്, ഇപ്പൊ സമയം ഒരു 4:30 ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇരുടായി നല്ല മഴയൊക്കെ ആവാൻ തുടങ്ങും. അപ്പൊ അതിന് മുന്നേ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം, വാ. അമ്മയുണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് മറ്റേ ഞാൻ പിച്ചി പറിച്ചു. ഇത് മറ്റേ ഈശ്വരമുല്ലയാണ്. ഇതൊരു ഫ്രണ്ട് തന്നിട്ട് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടായിരുന്നു. അതിന്റെ ആ റെഡ് കളർ പൂ വരുമ്പം നല്ല ഭംഗിയാണല്ലോ കാണാൻ. പക്ഷെ ഇതിപ്പം കാട് പോലെയായി. ഇതിപ്പം എന്താ പറയാ, അതൊന്ന് വിത്ത് വീണ് വീണ്ടും വീണ്ടും ഉണ്ടായി. ഇങ്ങനെ കാട് പോലെ എല്ലാ ചെടീന്റെ മുകളിലും പിടിച്ചിട്ട് ബാക്കി ചെടികൾ കഴിഞ്ഞ് വേണ്ട വളം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം കുറച്ച് പടർന്നതൊക്കെ പിടിച്ച് നമുക്ക് എന്താക്കി കളയാന്ന് പറയാം, പൊട്ടിച്ച് കളയാം. വെട്ടിക്കളയാം, പൊട്ടിച്ച് കളയാം, എന്തെങ്കിലും ചെയ്യാം. അതുകൊണ്ട് അതിന്റെ വള്ളിയിലേക്ക് പടർത്തിയ സാധനത്തിലേക്ക് പോകുന്നില്ല. കളയല്ല. ആ പേടി പാമ്പാനൊക്കെ ചേരട്ടെ. കളഞ്ഞ് തന്നെ പൊട്ടിപ്പോയി. ഏതാ അത് മധുരക്കിഴങ്ങ് അവിടെ അനക്കണ്ടാട്ടോ. നമുക്ക് എന്തായാലും ഈ മാസം ലാസ്റ്റ് അത് നോക്കിയിട്ട് വിളവെടുക്കാം. ഞാൻ ടെലിഗ്രാം യൂസ് ചെയ്യാറില്ല, പക്ഷെ നമ്മളെ ഫോട്ടോസ് ഒക്കെ അങ്ങനെ മോർഫ് ചെയ്തൊക്കെ വരും തോന്നുന്നു. അതാണ് വിചാരിക്കുന്നത്. അതെല്ലാം നമ്മളെ രാമനാട്ടിലുള്ള പെണ്ണിന്റെ കേസൊക്കെ കൊടുത്തിപ്പം നോക്കുമ്പോ ഇഷ്ടം പോലെ അവന്റെ അമ്മേന്റെ അനിയത്തിന്റെ ഫോട്ടോ വരണ്ട്. വീട്ടിന്റെ അടുത്തുള്ള കുട്ടികളുടെ ഫോട്ടോ ആണ് അധികം വാങ്ങിക്കായിരിക്കുന്നത്. നല്ല കിട്ടാണ്ട് ഒരു ഒന്നിന്റെ തലട്ടി ഇതിനും മറ്റേതിനും വളരാൻ കഴിയില്ല. ഏത് ഒക്കെ പോയോ? കരിഞ്ഞു പോയില്ലേ? അതങ്ങ് വലിച്ചെടുത്തു തോന്നുന്നു അതിന്റെ വളമെല്ലാം. വിചാരിച്ച സീസൺ നോക്കി നന്നായിട്ട് എപ്പോഴെങ്കിലും തെഴുത്ത് എങ്ങനെ ഇങ്ങനെ
കെട്ടിക്കൊടുത്ത് സെറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ചിലപ്പോ ഇതും ഉണ്ടാവുന്ന അതായിരിക്കും. ആ ഞാൻ കൊണ്ട് കുഴിച്ചിട്ടതാ. ഏതാണ് കണ്ട് നിങ്ങൾ ഇത് ചെയ്യോ? ശരിയാക്കാം. നമുക്ക് ഈ ഏരിയ പിടിക്കാം. ചെമ്പരത്തി ഇതാ ലൈനിന്റെ മുകളിൽ എത്താനായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ബുഷ് പോലെ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കാം. അത് മുറിച്ച എന്നിട്ട് ഇനി കുറച്ച് വളക്കെട്ടൊന്ന് സെറ്റ് ആയി കൊടുക്കാൻ പറ്റുമോ നോക്കാം. സൂസി എൽസിയുടെ ഒരു അറ്റ്ലീസ്റ്റ് ഇവിടെ പുറത്ത് വന്നിരുന്നൂടെ? പുറത്ത് ഇരുന്നൂടെ ഇരിക്കാം. പുച്ഛിച്ചു പോയില്ലേ? നിങ്ങള് കത്തി കിട്ടിയോ? നിങ്ങൾ ചാക്ക് കിട്ടു നോക്ക്. ഇതാരെ വെട്ടിയ? ആ സൈഡിലേക്ക് ആ വെട്ടിക്കളഞ്ഞതാ? ഒക്കെ ഭയങ്കര അടിപൊളി ചെടിയാ. നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തൊക്കെ ഒന്ന് കൊണ്ട് കളയാം. വലുത് നശിപ്പിക്ക. ആ സൈഡ് ഏകദേശം കട്ട് ചെയ്ത് ഈ സൈഡും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മഴയൊക്കെ അല്ല നന്നായി വളർന്ന് പിന്നെ മഴയത്ത് വെട്ടാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യാം. ആ സൈഡ് ഫുൾ ഈശ്വരമുല്ലായിട്ട് അത് മൊത്തം എന്റെ പാഷൻ ഫ്രൂട്ട് ഒന്നും വളരാണ്ട് നശിപ്പിച്ച് കളഞ്ഞു. ഫുള്ളെടുത്ത് ഇവിടെ പിഴുത് കളഞ്ഞു. അത് എത്ര കളഞ്ഞാലും അതിന്റെ വിത്ത് വീണ് കുഞ്ഞു തൈയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാം പെറുക്കി കളഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയും പോയി നോക്കണത്. അപ്പൊ എനിക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ കാടൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് കിളച്ചിട്ട്
വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് മധുരക്കിഴങ്ങാട്ടോ നമ്മൾ അന്ന് നട്ടിട്ടുണ്ടായത്. ഇനി മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിത് പറിക്കാം. മഴ പെയ്തണ്ടതാ, വേഗം ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് ഞങ്ങൾ നിർത്താം. ഇന്ന് രാവിലെ പോയിട്ട് നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ചെടികൾക്കല്ല, മറ്റേ ഇതിന് വെജിറ്റബിൾസിനും ഈ ഫ്രൂട്ടിന്റെ പ്ലാന്റിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടേ. അപ്പൊ അവര് പറഞ്ഞു ഇതാണ് നല്ലത്, ഫിഷ് മീൽ, മത്സ്യവളം. അപ്പൊ ഇത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നാ പറഞ്ഞ. അപ്പൊ നമുക്ക് പാഷൻ ഫ്രൂട്ടിനും ഇതാ റംബൂട്ടാൻ ഉണ്ട് ഇവിടെ, റംബൂട്ടാൻ നമുക്ക് ഇട്ട് കൊടുക്കാം. എത്ര ഇടണമെന്നൊന്നും അറിയില്ല, നമുക്ക് കുറച്ച് ഇട്ട് നോക്കാം കേട്ടോ. എന്തൊക്കെയാ ഉള്ളത്? അങ്ങനെ വൃത്തിയായിട്ട് മണമൊന്നുമില്ല. കുറച്ച് ഇതാ റംബൂട്ടാന്റെ ചായ വേണം, ചായ വേണം. ഞാൻ ഇവിടെ മൊത്തതാക്കി ഒന്ന് വൃത്തിയാക്കി ഒരു കുഴി പോലെ ആക്കി. റംബൂട്ടാൻ കുറച്ചിട്ട് കൊടുക്കട്ടെ. ഇതില്ലേ, ഇത് ചാണകപ്പൊടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതില് വെജിറ്റബിൾസിന്റെ ഇതൊക്കെയാന്ന് തോന്നുന്നു. അതിനൊക്കെ ഇടാം. ഈ കറിവേപ്പയിലേക്ക് ഒക്കെ ഒന്ന് ഇട്ടെടുക്കാം. വളം ഇത് നമ്മള് മറ്റേ വെണ്ടയ്ക്കും ബാക്കി കൃഷിയൊക്കെ ബാക്കിൽ ചെയ്തില്ലേ, അതേ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായതാ. പക്ഷെ പെട്ടെന്ന് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കായ്ച്ചിട്ടൊന്നുമില്ല. അതിന്റെ ഈ ഇലേന്റെ മുകളിലൊക്കെ ഒരു വെള്ള പൊടി പൊടി പോലെ. അപ്പൊ ഇന്ന് കൃഷിഭവനിൽ പോയപ്പം അവിടുന്ന് ഒരു പൗഡർ തന്നിട്ടുണ്ട്, മറ്റേ ഓർഗാനിക് തന്നെയാണ്. അപ്പൊ ആദ്യം നല്ല നനച്ചു കൊടുത്തിട്ട്, വെള്ളം നനച്ചു കൊടുത്തിട്ട്, അത് പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാല് അതൊരു 4 സ്പൂണ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കാനാ പറഞ്ഞത്. പിന്നെ അതേപോലെ ഇതിന്റെ അടിയിൽ മണ്ണും കുറവാ. അപ്പൊ നമുക്ക് കുറച്ച് മണ്ണും ഇട്ട് കൊടുത്ത്, പിന്നെ മറ്റേ മത്സ്യവളമില്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ടാറ്റാ.